ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിവാഹം, 16,008 ഭാര്യമാർ. ഈ ഒരു കഥ പൊതുവെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ചൊരു അവതാരമൂർത്തിയായിട്ടാണ് കൃഷ്ണനെ കണക്കാക്കുന്നത്. മറ്റ് മതസ്ഥർ നമ്മളെ കളിയാക്കണം, നിങ്ങളുടെ ദൈവം എത്ര കല്യാണം കഴിച്ചു എന്നാണ്. അപ്പോൾ കൃഷ്ണൻ എന്തിനാ ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിനൊരു ഉത്തരം? അപ്പം അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, രാവിലെ പറയണ്ടായി, നമ്മുടെ കഥകളൊക്കെ, ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഇതെല്ലാം സൂക്ഷ്മമായ ജീവിത ദർശനങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന. ഇപ്പം കൃഷ്ണനും കൃഷ്ണൻ്റെ പത്നിമാരും ഒക്കെ യഥാർത്ഥത്തിൽ ആരാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ ഭാഗവതം പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ആ കഥ പറയാം. അപ്പം നിങ്ങൾക്ക് കൃഷ്ണൻ്റെ കല്യാണ കഥകൾ ഇറങ്ങിയിരിക്കണമല്ലോ. ഇന്നലെ നമ്മൾ കണ്ടു, കൃഷ്ണൻ രുക്മിണി ദേവിയെ കല്യാണം കഴിച്ചു. അതിനുശേഷം പിന്നൊരിക്കൽ ഭഗവാൻ രുക്മിണിയോടൊത്ത് ജീവിക്കുന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി, സ്യമന്തകമണിയെ ആസ്പദമാക്കിയുള്ള കഥ. ഒരിക്കൽ സത്രാജിത്ത് എന്ന് പറയുന്ന ഒരാൾക്ക് ഉപാസനയിലൂടെ കിട്ടിയത്രേ സമന്തകം എന്നൊരു മണി. ആ മണിയൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഭാഗ്യം നോക്കൂ. 8 ഭാരം സ്വർണം പ്രസവിക്കും അത്രേ. അത് പ്രസവിക്കുന്ന മണി. സ്വർണം കുമിച്ചു കൂടുന്ന സ്വർണത്തിൻ്റെ വില എത്രയാണ്? അങ്ങനെ ഒരു മണി കിട്ടിയതും അദ്ദേഹം സമ്പന്നനായപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഹേ സത്രാജിത്തെ, ഈ മണി നീ സ്വന്തമാക്കി വെക്കുന്നത് ശരിയല്ല. ഇതിൻ്റെ പ്രയോജനം സമൂഹത്തിന് മുഴുവൻ ഉണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു ഭഗവാൻ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സോഷ്യലിസം, എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാവട്ടെ. എന്തിനാ സത്രാജിത്ത് മാത്രം അത് എടുത്തു വെക്കുന്നത്? ഉടനെ സത്രാജിത്ത് പറഞ്ഞു, ഇത് എല്ലാവർക്കും കൊടുക്കാനാണെങ്കിൽ എനിക്കെന്തിനായി ഇത് തന്നത്? ഇത് ഞാൻ എൻ്റെതാണ്, ആർക്കും തരില്ല. ഭഗവാൻ പറഞ്ഞു, ഇത്രയും വില പിടിച്ച സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കുന്നത് ശരിയല്ല സത്രാജിത്തെ. പ്രത്യേകിച്ച് കള്ളന്മാർ കൂടി വരികയാണ്, അന്നുകൊണ്ട് കള്ളന്മാർ. അതുകൊണ്ട് ഇത് രാജാവിനെ ഏൽപ്പിക്കുക നല്ലത്. ഇത് കേട്ടപ്പോൾ സത്രാജിത്ത് പറഞ്ഞു, കൃഷ്ണ നീ കക്കാഞ്ഞാൽ മതി. കാരണം കൃഷ്ണൻ്റെ സ്വഭാവമൊക്കെ കുട്ടിക്കാലത്തെ വെണ്ണ മോഷണം, പാല് മോഷണം, വസ്ത്രമോഷണം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൃഷ്ണൻ കക്കാനാണ്. ഏതായാലും ഭഗവാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. സത്രാജിത്ത് കൊണ്ടുപോയി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രസേനൻ ഈ മണി വാങ്ങിച്ച് മൃഗയാ വിനോദത്തിന് പോയി എന്നാണ് കഥ. അവിടെ വെച്ച് ഒരു സിംഹം ഈ പ്രസേനനെ കൊല്ലണു. പ്രസേനൻ്റെ കഴുത്തിൽ കിടന്ന ആ മണി സിംഹം എടുക്കുന്നു. സിംഹം അത് ആ ശവം വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഈ വിവരം കുരങ്ങന്മാർ അറിയുന്നു, കാണുന്നു. അവരവരുടെ നേതാവ് ജാംബവാൻ കാട്ടിൽ വസിക്കുന്ന കാലമായിരുന്നു. ജാംബവാനോട് പറയുന്നു, ജാംബവാൻ സിംഹത്തെ വധിക്കുന്നു. മണി എടുത്ത് അയാളുടെ പ്രസേനൻ്റെ കഴുത്തിൽ നിന്ന്, ശവത്തിൽ നിന്ന് മണിയൊക്കെ എടുത്ത് കൊണ്ടുപോയി. അന്ന് ജാംബവാൻ ഒരു വളർത്തുപുത്രി ഉണ്ടായിരുന്നു, അത്രേ. അവളുടെ പേരായിരുന്നു അത്രേ, ആരാണ്? ജാംബവതി. ജാംബവതിക്ക് കൊടുത്തു. ഈ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല. സത്രാജിത്ത് വിചാരിച്ചു തൻ്റെ സഹോദരനെ കൊന്ന് കൃഷ്ണൻ മണി മോഷ്ടിച്ചു. അങ്ങനെ എല്ലാവരുടെ ഇടയിലും പറഞ്ഞു പരത്തി, കേട്ടീലയോ കിഞ്ചന വർത്തമാനം. കൃഷ്ണനെക്കുറിച്ച് എന്താണ്? കാരാസ്കരത്തിൻ ഒരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പു ശമിപ്പതുണ്ടോ എന്നൊക്കെ പറഞ്ഞ്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ ഈ കാര്യം ബലരാമസ്വാമി കേട്ടിട്ട് പറഞ്ഞു, കൃഷ്ണ നീ അറിയുമെങ്കിൽ എടുത്തു കൊടുക്കൂ കൃഷ്ണ, നാണക്കേട്. ഞാൻ എവിടെ പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് കൃഷ്ണൻ കട്ടൂല്ലേ എന്നാണ്, കൃഷ്ണൻ മണി കട്ടൂല്ലേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇനി ഈ നാണക്കേടും വെച്ചിരിക്കേണ്ട. കുറച്ച് മന്ത്രിമാരെയൊക്കെ കൂട്ടി കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു. അവിടെ വച്ച് അന്വേഷിച്ച് ഒരു ഗുഹയിലെത്തി. കറുത്ത സുന്ദരി ജാംബവതിയുടെ കഴുത്തിൽ ഈ മണി കിടക്കണോ. ഭഗവാൻ അവളോട് പറഞ്ഞു, ഹേയ് ആ മണി ഇങ്ങോട്ട് തരൂ, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഉടമസ്ഥനോ? ആര്? എൻ്റെ അച്ഛൻ തീരുമാനിക്കും ആരാ ഉടമസ്ഥൻ. ഓ, ആരാ നിൻ്റെ അച്ഛൻ? അതാ ഇറങ്ങി വരുന്നൊരു മുട്ടൻ കുരങ്ങൻ.
അപ്പോൾ ജാമ്പവാനോട് പറഞ്ഞു, ജാമ്പവാൻ എന്നറിയില്ല കൃഷ്ണന്, ഈ കുരങ്ങ ആ മണി ഇങ്ങോട്ട് തന്നോളൂ, അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. ഉടനെ ജാമ്പവാൻ പറഞ്ഞു, എനിക്കിതിങ്ങനെ കാട്ടിൽ നിന്ന് കിട്ടിയതാണ്, നീയാണ് അതിൻ്റെ ഉടമസ്ഥനെങ്കിൽ എന്നെ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ച് നീ മണി കൊണ്ടുപോകും. ഭഗവാൻ വിചാരിച്ചു മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇടിച്ചിട്ടേ മനസ്സിലാവുള്ളൂങ്കിൽ എന്ത് ചെയ്യാനാ. അങ്ങനെ ജാമ്പവാനുമായി മല്ലയുദ്ധം. ഇത്ര നല്ല യുദ്ധം ലോകത്തിൽ എവിടെയും നടന്നിട്ടുണ്ടാവില്ല. രാവിലെ ജാമ്പവതിയൊക്കെ കാപ്പി കൊടുക്കും കൃഷ്ണന്. എന്നിട്ട് പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടാണ് യുദ്ധം. 8 മണിക്ക് ഉപ്പുമാവ്, വീണ്ടും യുദ്ധം, ഉച്ചയ്ക്ക് സാമ്പാറും ചോറും, അത് കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം, വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും, വീണ്ടും യുദ്ധം, രാത്രി ചപ്പാത്തിയും സബ്ജിയും. നോർത്ത് ഇന്ത്യക്കാരനല്ലേ, 2 പേരും അടുത്ത് കിടന്നുറങ്ങും. 27 ദിവസം കൃഷ്ണനെ ഇടിക്കുകയും വേണം, കൃഷ്ണന് ഭക്ഷണവും കൊടുക്കണം. ലോകത്തിലെവിടെ ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ യുദ്ധം? ഭക്ഷണം കൊടുത്ത് ഇടിവേടിക്കുക എന്നുള്ളത്. അങ്ങനെ 2 പേരും ഇടികൂടി 28ാമത്തെ ദിവസം ഭഗവാൻ കൃഷ്ണൻ ജാമ്പവാനെ തോൽപ്പിച്ചു. അപ്പം ജാമ്പവാൻ പറഞ്ഞു, അങ്ങ് സാധാരണ ഒരു വ്യക്തിയല്ല, അമാനുഷിക ശക്തി അങ്ങയിലുണ്ട്. ആരാണ് അങ്ങ്? എൻ്റെ പ്രഭുവായ രാമനാണോ? ഭഗവാൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാമനും ഞാനും എല്ലാം ഒന്ന് തന്നെ. തൻ്റെ പ്രഭു രാമനെ ദർശിച്ചു ജാമ്പവാൻ കൃഷ്ണനിൽ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ലോകത്തിലേതെങ്കിലും ഭക്തൻ ഇടിച്ചു പൂജിച്ചിട്ടുണ്ടാവുമോ? എല്ലാവരും പൂക്കൾ അർപ്പിച്ചിട്ടേ പൂജിച്ചിട്ടുണ്ടാവും. ഇടിച്ചു പൂജിച്ച ഒരേ ഒരു ഭക്തൻ ആര് മാത്രം? ജാമ്പവാൻ മാത്രം. നോക്കൂ നിങ്ങൾ, കൃഷ്ണനെ ഇടിച്ചിട്ടാണ് അയാൾ പൂജിച്ചത്. അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് പ്രായച്ചിത്തം ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞു. ആ മണി തന്നാൽ മതി, അത് തന്നെ വലിയ പ്രായച്ചിത്തം. അത് മാത്രം പോരാന്ന്. പിന്നെ എന്ത് പ്രായച്ചിത്താണ്? അകത്തേക്ക് നോക്കിയൊരു വിളി. എന്താ വിളി? ജാമ്പൂന്നൊരു വിളി. ജാമ്പവതി ഇറങ്ങി വരണോ, ജാമ്പവതിയുടെ കൈ പിടിക്കണോ, കൃഷ്ണൻ്റെ കയ്യിലേൽപ്പിക്കണോ, എന്നിട്ട് പറഞ്ഞു, മണി മാത്രമായിട്ട് കൊണ്ട ഇതും കൂടി എടുത്തോളൂ എന്ന്. അങ്ങനെ ഭഗവാൻ ജാമ്പവതി എടുക്കേണ്ടി വന്നു, മണി കാരണം. നേരെ ദ്വാരകയിലെത്തി ബലരാമസ്വാമിയുടെ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും 27 ദിവസമായി കൃഷ്ണനെ കണ്ടിട്ട് എല്ലാവരും ആ സത്രാജിത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ചങ്ങാതികാരനല്ലോ കൃഷ്ണൻ പോയതെന്നൊക്കെ. ഏതായാലും കൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. കൃഷ്ണൻ മാത്രമല്ല, കുതിരപ്പുറത്ത് ഒരു പെണ്ണുമുണ്ട്. ബലരാമസ്വാമിയുടെ അടുത്തെത്തി, മണി കൊടുത്തു, കഥകളൊക്കെ പറഞ്ഞു. ഭഗവാൻ ബലരാമസ്വാമി ചോദിച്ചു, അതൊക്കെ എനിക്ക് മനസ്സിലായി, ഇതാരാ കൂടെ? അപ്പോൾ പറഞ്ഞു, ഫ്രീ കിട്ടിയതാണ്. ഇന്നിപ്പോൾ എന്തോ അങ്ങനെയാണല്ലോ, ഫ്രീയുടെ കാലല്ലേ, അങ്ങനെ ഫ്രീ കിട്ടിയതാണ്. ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ, ഒന്നിനെയല്ലേ കിട്ടിയത്, ഇനി എന്ത് ഫ്രീ ആണ്? തന്നാൽ എന്ത് ചെയ്യും? വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഏതായാലും ആ ഫ്രീ ഒക്കെ വീട്ടിലേൽപ്പിച്ച് പാവ രുക്മിണി ഇങ്ങനെ അടുക്കളയുടെ ഭാഗത്ത് നോക്കണ്ട, ഇനി ഫ്രീ വേണ്ടാന്ന്. ഏതായാലും ഭഗവാൻ ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ, കൊണ്ടു കൊടുക്കൂ സത്രാജിത്തിന് അയാളുടെ മണിന്ന്. സത്രാജിത്തിന് മണി കൊണ്ടു കൊടുത്തു. കഥകളൊക്കെ പറഞ്ഞപ്പോൾ സത്രാജിത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇത്ര വലിയൊരു അപവാദം അങ്ങയുടെ പേരിൽ പറഞ്ഞില്ലേ, എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. ഭഗവാൻ വിചാരിച്ചു, ഇയാൾക്ക് എന്താവോ പ്രായച്ചിത്തം? ഭഗവാൻ പറഞ്ഞു, ഒന്നും വേണ്ട സത്രാജിത്ത്, ഒരു ഗ്ലാസ് ചായ തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു നാരങ്ങ ജ്യൂസ് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നാരങ്ങ ജ്യൂസുമായിട്ടാണ് വരുന്നു. സത്യഭാമ ജ്യൂസ് കൊടുത്തു. സത്യഭാമയുടെ കൈയും പിടിച്ച് കൃഷ്ണനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതായിരിക്കട്ടെ ഫ്രീ. അങ്ങനെ ഒരു മണി കാരണം കൃഷ്ണന് 2 കല്യാണം. നോക്കൂ, മണി കൂടിയാൽ അന്നേ ആൾക്കാർക്കറിയാം കല്യാണം കൂടുന്നുള്ളത്. ഈ മണി കൂടിയ പ്രശ്നമാണ്. അങ്ങനെ 2 കല്യാണമൊക്കെ കഴിഞ്ഞതേ പോയി. ബലരാമസ്വാമി തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ കൃഷ്ണൻ്റെ കൂടെ വേറൊരാൾ. കൃഷ്ണ ഒറ്റയ്ക്കല്ലേ പോയത്, എന്ത് ചെയ്യാനാ? സത്രാജിത്തും ഫ്രീ തന്നു. അതിനുശേഷം ഈ മണി ഒരു അപഹരണമൊക്കെ നടക്കും. ഏതായാലും മണിയുടെ അപഹരണമൊക്കെ നടന്ന് അക്രൂരൻ്റെ കയ്യിൽപ്പെടും. സത്രാജിത്തിനെ കൊല്ലും അവർ. ഏതായാലും ഭഗവാൻ ഈ അക്രൂരനെ വരുത്തിക്കൊണ്ട് ഈ കൃഷ്ണൻ ആ മണി അക്രൂരനെ ഏൽപ്പിക്കുന്നൊരു കഥയുണ്ട്, സെമന്തകമണി. പക്ഷെ ഞാൻ ആ കഥയിലും ഒരുപാട് താത്വിക ചിന്തയുണ്ടെങ്കിലും നമ്മൾ ഈ വിവാഹത്തിലേക്കാണ് കടക്കുന്നത്. അതിനുശേഷം ഭഗവാൻ 2 കല്യാണം കഴിച്ചല്ലോ. ഇപ്പോൾ ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിമാരായി 2 പേര്. ഒരു സഹോദരിയുടെ പേരായിരുന്നു രാജാതിദേവി.
അവരുടെ മകളായിരുന്നു മിത്രവിന്ധ്യ. ഇവളുടെ സഹോദരൻ വിന്ദൻ തുടങ്ങിയിട്ടുള്ള സഹോദരന്മാർ, അനുവിന്ദൻ തുടങ്ങിയുള്ള സഹോദരന്മാർ ദുര്യോധനന് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചപ്പോഴാണ് ഇവളും ഒരു കത്തെഴുതി ശുത്വാ ഗുണാൻ ഭുവന സുന്ദര എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവളെയും അപഹരിച്ചു കൊണ്ടുവന്നു, മിത്രവിന്ധ്യയെ. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സഹോദരി, അച്ഛൻ്റെ സഹോദരി, ഇതുപോലെ സഹോദരിയുടെ മകൾ കത്തെഴുതി. അവളുടെ മകളുടെ പേരായിരുന്നു ഭദ്ര. അവളെയും ഭഗവാൻ കൊണ്ടുവന്നു. പിന്നെ ഒരിക്കൽ ഭഗവാൻ അർജുനനോടൊന്നിച്ച് പാലക്കാട് മുനിസിപ്പൽ ടൗണിൽ വന്നപ്പോൾ കാളിന്തി തീരത്തൂടെ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് ധ്യാനിക്കും. അർജുനൻ ചെന്നിട്ട് ചോദിച്ചു, മോളെ നീ ആരെ എന്തിനു വേണ്ടി ധ്യാനിക്കണോ? പറഞ്ഞു, ഉത്തമനായൊരു ഭർത്താവിനെ കിട്ടാൻ ധ്യാനിക്കുകയാണ്. ഉടനെ അർജുനൻ ചോദിച്ചു, ഞാനാണോ, ഞാൻ മതിയോ എന്ന്. അവളൊരു ആട്ടുകൊടുപ്പ, പിന്നെ ആരാ വേണ്ടത്? കൃഷ്ണനെ വേണമെന്ന്. അർജുനൻ തലയിൽ കൈവച്ചു, 4 5 ആയി ഭാവം. ഏതായാലും കയറിക്കോളൂ രഥത്തിൽ, ഞാൻ കൊണ്ടുവിട്ട് തരാമെന്ന്. കൃഷ്ണൻ നോക്കുമ്പോണ്ട് അർജുനനും തന്നെ പോലെ കലക്ഷൻ തുടങ്ങിയിരിക്കണു. എന്തേ അർജുന, നിനക്കും പറ്റിയോ ഇങ്ങനെയൊക്കെ അബദ്ധം? എനിക്ക് വേണ്ടിയിട്ടല്ല, അങ്ങയ്ക്ക്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ തന്നെ ധാരാളം കളക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ എത്ര എണ്ണായിപ്പോൾ? എണ്ണവും തെറ്റി നിങ്ങൾക്ക്. രുക്മിണിയായി, ജാമ്പവതിയായി, സത്യഭാമയായി, മിത്രവിന്ധ്യയായി, ആരാണ്, ഭദ്രയായി, ഇപ്പോൾ കാളിന്തിയായി. ഇനി മറ്റൊരു കല്യാണം എന്ന് പറയുന്നത്, ഒരിക്കൽ ഭഗവാൻ പാലക്കാട് വന്നു. അവിടെ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. 7 കാളകളെ ഒരു രാജാവ് അഴിച്ചു വിട്ടിരിക്കുന്നു അത്ര ഈ ഗ്രൗണ്ടിൽ. അങ്ങനെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. എന്താണ്, ഈ കാളകളെ 7നെയും പിടിച്ചു കെട്ടാൻ കഴിവുള്ളവർക്ക് മകളെ കെട്ടിക്കൊടുക്കുന്നു. നന്നായില്ലേ ബോർഡ്? രാജാക്കന്മാരൊക്കെ വന്നു, കാളയുടെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. കൃഷ്ണന് കുട്ടിക്കാലത്തെ പശുക്കളെയൊക്കെ പരിപാലിച്ച് ശീലമുള്ളതുകൊണ്ട് 7 കാളകളെയും കെട്ടിയതും രാജാവിൻ്റെ മകൾ വന്ന് മാലയിട്ടു. തിരിച്ചു ഭഗവാൻ ദ്വാരകയിലെത്തിയപ്പോൾ ബലരാമസ്വാമി ചോദിച്ചു, എന്താ കൃഷ്ണ ഇത്? പറഞ്ഞു, ഞാൻ കാളയെ കെട്ടിയപ്പോൾ ഇവളെന്നെയും കെട്ടിയെന്ന്. അങ്ങനെ ഭഗവാൻ 7ാമത്തെ കല്യാണം കഴിച്ചു. പിന്നെ ഒരു കുട്ടിയാണ് ലക്ഷ്മണ. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, കൊട്ടാരത്തിൽ പോയി കല്യാണം കഴിച്ചു. അങ്ങനെ 8 പേര്. അവിടെ കൊണ്ട് നിന്നില്ല. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ പാലക്കാട്, നരകാസുരൻ എന്നാണ് പേര്. അദ്ദേഹം ഒരു വിമൻസ് ഹോസ്റ്റൽ നടത്തിയത്രേ. ആ വിമൻസ് ഹോസ്റ്റലിൽ ഏറെക്കുറെ 16,000 ഗേൾസ് ഉണ്ടായിരുന്നു അത്രേ. 16,000 പെൺകുട്ടികളെയും അയാൾ ഒരു പൗർണമി ദിവസം സ്വന്തം കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു അത്രേ. ഭഗവാൻ ഈ വിവരം അറിഞ്ഞു അത്രേ. ഈ പാലക്കാടുകാർക്ക് അത്രേ പറഞ്ഞില്ലെങ്കിൽ രസമില്ല, അല്ലെങ്കിൽ ഠോ എന്ന് പറഞ്ഞില്ലെങ്കിൽ രസമില്ല. ഉണ്ട് ഠോ, പോയിട്ടോ എന്നുള്ളത്. അതേപോലെ ഇങ്ങനെയൊക്കെ അഡ്വർടൈസ്മെൻ്റ് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാനും സത്യഭാമയും ചൊല്ലണു. ഇദ്ദേഹത്തിൻ്റെ പ്രാഗ്ജ്യോതിഷപുരം എന്നുള്ള ശോണിതപുരം എന്ന രാജ്യം ആക്രമിക്കുന്നു. മുരൻ എന്ന മന്ത്രിയെ വധിക്കുന്നു. അങ്ങനെ ഘോരമായ യുദ്ധത്തിൽ നരകാസുരനെ വധിക്കുന്നു. 16,000 പെൺകുട്ടികളെയും ഭഗവാൻ ഫ്രീ ആക്കി. പറഞ്ഞു, ഹോസ്റ്റൽ തുറന്നു വിട്ടു. ജയിൽ വിമോചന സമരം എന്നൊക്കെ പറയാറില്ലേ, ഇവരെയൊക്കെ അങ്ങോട്ട് തുറന്നു വിട്ടപ്പോൾ ഒരെണ്ണം പോകുന്നില്ല. ഈ പശുക്കളെ ചിലപ്പോൾ ആലയിൽ നിന്ന് അഴിച്ചു വിട്ടാൽ അത് പശു പോവില്ല, അതങ്ങനെ നിൽക്കണം. ഭഗവാൻ ചോദിച്ചു, എന്താ പെൺകുട്ടികളെ നിങ്ങളൊക്കെ പോവാത്തത്, നാരീജനങ്ങളെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോയാൽ ഞങ്ങളെ ഇനി ആരും സ്വീകരിക്കില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ ഇതിനൊരു പരിഹാരം? അപ്പോൾ പറഞ്ഞു, അങ്ങ് പോകുമ്പോൾ കൂടെ ഞങ്ങളും വരാം. ഭഗവാൻ 1 2 16,000 ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കണ്ടേ? ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ 10 പേര് വന്നാൽ തന്നെ പരിഭ്രമായി. ഈ പെൺകുട്ടികളെ 16,000 പേരെയും കൊണ്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോണു. അവിടെ എത്തുമ്പോഴോ ആരോ ചെന്ന് ബലരാമസ്വാമിയോട് പറഞ്ഞു, സൈന്യത്തെ തയ്യാറാക്കണം തോന്നണു, ആരോ യുദ്ധത്തിന് വരുന്നുണ്ട് എന്ന്. ബലരാമസ്വാമി സൈന്യത്തെയൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞു ആരാണ് നമ്മുടെ നേരെ യുദ്ധത്തിന് വരുന്നത് എന്ന്. പറഞ്ഞു, മറ്റാരുമല്ല, നയിക്കുന്നത് കൃഷ്ണനാണെന്ന്. കൃഷ്ണനോ? അതിന് സൈന്യങ്ങളോ? ഒക്കെ പെൺപട, മുഴുവൻ പെൺപട. ബലരാമസ്വാമി കൈകൂപ്പി, ഈശ്വരാ, ഇത്ര പെൺകുട്ടികളെ എവിടുന്നാണ് കൃഷ്ണനെ കിട്ടിയത്? കൃഷ്ണൻ അടുത്തെത്തി. ബലരാമസ്വാമി നമസ്കരിച്ചു. കൃഷ്ണനോട് ചോദിച്ചു, എന്താ കൃഷ്ണ ഇതെന്ന്. കൃഷ്ണൻ പറഞ്ഞു, ഇതൊക്കെ നമ്മ പൊണ്ടാട്ടിമാർ എല്ലാം പാലക്കാടുന്നേ കിടച്ചാച്ച്.
അങ്ങനെ 16,000 പേരെയും ഭഗവാൻ ഒരേ ശുഭമുഹൂർത്തത്തിൽ എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ്, എല്ലാവർക്കും ഒരേപോലെ ജ്വല്ലറി. ഇന്ന് പിന്നെ പ്രയാസമില്ലല്ലോ. അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് കല്യാണം നടത്തിയതാണ്. സമൂഹ വിവാഹം ലോകത്തിൽ ആദ്യമായി നടത്തിയത് കൃഷ്ണനായിരിക്കും. പക്ഷെ വരാൻ ഒന്നേ ഉള്ളൂ എന്ന് മാത്രം, വധുക്കൾ അനവധി. ഇന്നിപ്പോൾ സമൂഹ വിവാഹം ഉണ്ടല്ലോ, 10, 20, 30 ആൾക്കാരൊക്കെ ഇല്ലേ. കൃഷ്ണനായിരിക്കണം സമൂഹം നടത്തിയത്. ഏതായാലും അങ്ങനെ 16,008 കല്യാണം ആര് നടത്തി? ഇതും പറഞ്ഞ് നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെക്കരുത്. 16,008 ഭാര്യമാരുടെ പേര്. ഒരുപക്ഷെ നമ്മളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് 16,008 ഭാര്യമാരെ കൃഷ്ണനുണ്ടല്ലോ എന്ന്. അപ്പോൾ ഭഗവാൻ അവരുടെയൊക്കെ പേര് പറയാൻ പറഞ്ഞാൽ മതി. ഈ പെണ്ണുങ്ങളുടെയൊക്കെ പേര് പോലും കൃഷ്ണൻ അറിയുമെന്ന് ആർക്കറിയാം? 16,008 പേര് ഓർക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു കഥ നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ ഒരു കഥയുടെ പൊരുൾ? നോക്കൂ, കൃത്യം കണക്കാണ് 8, 16. എന്തുകൊണ്ട് 17,009 ആയില്ല? 16,008 എന്ന് തന്നെ എന്തിനാണ് വെച്ചത്? കാരണം 8, 16 എന്നീ അക്കങ്ങളുണ്ടല്ലോ, ഈ അക്കങ്ങളൊക്കെ എന്താ പറയുക, ന്യൂമറിക്കൽ നമ്പേഴ്സൊക്കെ വളരെ വളരെ ശാസ്ത്രീയ നമ്പറുകളാണ്, റിലവൻ്റാണ്. ഇപ്പം നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിൽ 4ഉം 5ഉം ശ്ലോകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കണം. നമ്മൾ രാവിലെ ആ ശ്ലോകം കണ്ടു, ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാം നമുക്ക്. 8 എന്നതിന് കൃഷ്ണൻ നല്ലൊരു സയൻറ്റിഫിക് വ്യാഖ്യാനം തരുന്നുണ്ട്. എന്താണത്? ഭൂമിരാപ്പോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടദ. 8 പ്രകൃതി, അഷ്ടദ, അഷ്ടം 8. നോക്കൂ നിങ്ങൾ, നമ്മുടെ സംസ്കാരത്തിൽ 8-നൊരു മഹത്വം നിങ്ങൾക്ക് പലതിലും കാണാം. 8 വെച്ചിട്ടുള്ള ശബ്ദങ്ങളൊക്കെ നിങ്ങൾ പലതും കേട്ടിട്ടില്ലേ? ഏതൊക്കെയാണ്? അഷ്ടപതി, അഷ്ടദിക്പാലന്മാര്, അഷ്ടചൂർണോ കഴിക്കുന്നതല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ആയുർവേദത്തിൽ വയറ് അപ്സെറ്റായ കഴിക്കണം. അഷ്ടചൂർണം, അഷ്ടഗന്ധം, അഷ്ടദ്രവ്യഹോമം ഉണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 8 ഉണ്ട്. അതാണ് പാതഞ്ജലി എന്ന് പറയുന്ന ഒരു മഹർഷി ഒരു മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള പടികൾ കണ്ടെത്തിയ 8 പടികൾ. അതിനെ പറയുക അഷ്ടാംഗയോഗം എന്ന് പറയും. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. നാരായണീയം എത്ര പേര് പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്? കല്യതം മമ കുരുഷ്യതാവതിം കല്യതേ ഭവദുപാസനം ത്വയാ അഷ്ടമഷ്ടവിധ യോഗചര്യയാ തുഷ്ടയാശു തുഷ്ടിമാപ്നുയാം. അഷ്ടവിധ യോഗചര്യ. അവിടെ ഭട്ടതിരിപ്പാട് ഈ 8 പടികളെക്കുറിച്ച് പറയും. പറഞ്ഞു വരുന്നത്, ഇവിടെ ഭഗവാൻ 8 എന്ന് പറയുന്നത് പഞ്ചഭൂതം 5 എണ്ണം. അതാണ് ഭൂമിരാപോ നലോ വായു ഖം. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി, വായു വെള്ളം എന്ന് പറഞ്ഞാൽ ജലം, ആപ്പ്, അഗ്നി, വായു, ആകാശം. മനസ്സ് പറയൂ, ബുദ്ധി, അഹങ്കാരം. ഇങ്ങനെ 5 പഞ്ചഭൂതവും മനസ്സ്, ബുദ്ധി, ശരീരം, അഹങ്കാരം, ഇങ്ങനെ 8 എണ്ണം. ഇനി ആരാണ് ഭഗവാൻ? അടുത്ത ശ്ലോകത്തിൽ ഗീതയിൽ പറയുന്നു. എന്താണത്? അപരേയമിതസ്ത്വന്യാം പ്രഗതിം യാന്തി മേ വിദു പരാം. ഓക്കെ. ജീവഭൂത മഹാബാഹോ യേതം ധാര്യതേ ജഗത്. ഞാൻ ഈ 8 എണ്ണത്തിൻ്റെ കൂടെയുള്ള ജീവചൈതന്യം. ഇവിടെ ഭഗവാൻ ജീവ എന്നുള്ള ശബ്ദത്തിന് അർത്ഥമെടുക്കുന്നത് പരമാത്മ ചൈതന്യം. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യവും, ഈ പരമാത്മ ചൈതന്യത്തിലാണ് ഈ 8 പ്രകൃതിയും ഇരിക്കുന്നതെന്ന് മനസ്സിലായാൽ, ഭഗവാനും 8 പ്രകൃതികളും 8 ഭാര്യമാരും എന്ന് പറഞ്ഞാൽ പരമാത്മാവും
പരമാത്മാവും 8 സ്ഥൂല സൂക്ഷ്മ പ്രകൃതികളും. 8 സ്ഥൂല സൂക്ഷ്മ പ്രകൃതികൾ എന്ന് പറഞ്ഞാൽ 5 പഞ്ചഭൂത പ്രകൃതി, അതിനെ സ്ഥൂല പ്രകൃതി എന്നും, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണേ നിങ്ങൾ. ഭഗവാനും ഭാര്യമാരും എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കണം. നമ്മുടെ ഋഷീശ്വരന്മാരെ ഉൾക്കാഴ്ച നോക്കൂ നിങ്ങൾ. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനും 8 ഭാര്യമാരും എന്ന് പറഞ്ഞാൽ നമുക്കത് ബോധ്യമാവില്ലത്. കാരണം നമ്മൾ കൃഷ്ണനെയും 8 ഭാര്യമാരെയും കാണുന്നത്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഓടക്കോളിൽ പിടിച്ച് വെണ്ണ പിടിച്ച ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ കൃഷ്ണനെ നിങ്ങൾ പരമാത്മാവായും ഭാര്യമാരെ നിങ്ങൾ സ്ഥൂല സൂക്ഷ്മ പ്രകൃതിയുമായി കണ്ടാൽ കൃഷ്ണനും 8 പത്നിമാരും എവിടെയുണ്ട്? നമ്മളിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധിക്കൂ. കൃഷ്ണൻ എന്ന ശബ്ദത്തിനർത്ഥം കർഷതി ഇതി കൃഷ്ണ എന്നാണ്. ആകർഷിക്കുന്നവൻ എന്നർത്ഥം. ആകർഷണം എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിൽ 2 ആകർഷണങ്ങളാണ്. ഒന്ന് പ്രകൃതിയുടെ ആകർഷണവും, 2 പരമാത്മ ആകർഷണവും. ഈ പരമാത്മ ആകർഷണത്തെക്കുറിച്ച് നമ്മൾ അത്ര വില വെച്ചിട്ടില്ല. മോസ്റ്റ് ഓഫ് us are taken for granted എന്ന് പറയും. അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് വായു കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ബോധം വരുന്നില്ല ഈ വായു ഉള്ളിലേക്ക് വരുന്നതിന് കാരണം ഉള്ളിലെ പരമാത്മ ശക്തിയുടെ ആകർഷണം കൊണ്ടാണ്. നിങ്ങൾ കരുതിയിരിക്കുന്നത് ശരീരത്തിലേക്ക് വായു വരണോ, വായു പോകുന്നു. കാരണം ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഈ വായു വരുന്നതിന് കാരണം ഉള്ളിലുള്ള പരമാത്മശക്തിയുടെ ആകർഷണമാണെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞു, എഡ്യൂക്കേഷനെ പറ്റിയ വീഴ്ചതാണ്. ശരീരമായിരുന്നു വായുവിനെ ആകർഷിക്കുന്നതെങ്കിൽ മരിച്ചുപോയ ഒരാൾക്ക് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ലങ്സ് അതിൽ റിട്ടേൺ ചെയ്യണം. എന്നാൽ ഇന്നേ വരെ റിട്ടേൺ ചെയ്തില്ല. ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് സുലഭമായി ഓക്സിജൻ പോകുന്നു, അത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് പോകുന്നു. ഇതേപോലെ മനസ്സ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നു, ചൂട് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നു. മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ചൂട് അപ്പോൾ ആരാണ് ചൂടിനെ ആകർഷിക്കുന്നത്? ശരീരമായിരിക്കുമോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സ് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ആരാ മനസ്സെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഈവൻ ഉറക്കത്തിൽ പോലും മനസ്സ് പ്രവർത്തിക്കുന്നില്ല. ഉറക്കത്തിൽ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ഉണ്ടോ? പക്ഷെ അപ്പോഴും ശരീരത്തിൽ ചൂടുണ്ടോ? അപ്പം മനസ്സായിരിക്കും ശരീര ചൂടിനെ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ അബദ്ധമായിരിക്കും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം ശ്ലോകം, ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ പരമാത്മ ശക്തിയെ ഇത്ര വ്യക്തമാക്കി കാണിച്ചു തരുന്ന ശ്ലോകം വേറെ ഇല്ല. ഭഗവാൻ പറയും, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ഈ 2 ശ്ലോകങ്ങളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ബൈ ഹാർട്ട് പഠിക്കണേ. പണ്ട് കാലത്ത് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലിയിട്ടേ ഊണ് കഴിക്കാവൂ എന്ന് പറയും. ഒരു ഈശ്വര റെസ്പെക്റ്റ് ചെയ്യുന്ന മന്ത്രങ്ങൾ, എല്ലാം ഗംഭീരമാണ്. പക്ഷേ ഈ ശ്ലോകം നിങ്ങൾക്ക് ഡയറക്റ്റായി പറഞ്ഞു തരികയാണ്. ആ പരമാത്മാവിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പം അതുകൊണ്ട് ഈ 2 ശ്ലോകങ്ങൾ നിങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കണം. 15-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം ഊണ് കഴിക്കുന്നതിന് മുമ്പ് മനസ്സുകൊണ്ടെങ്കിൽ ഒന്ന് ചൊല്ലിയേക്കാം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈസ സർവൈരഹമേവ വിദ്യ വേദാന്തകൃത് വേദവിദേവ ചാഹം. ഭഗവാൻ പറയുന്നു, അഹം, ഇവിടെ അഹം എന്ന് പറഞ്ഞാൽ പരമാത്മാ, പരമാത്മാവായിരിക്കുന്ന ഞാൻ വൈശ്വാനരോ അഗ്നി ഭൂത്വ അന്നം ചതുർവിധം പജാമി. അഗ്നി ദഹിപ്പിക്കണോ ഭക്ഷണത്തെ, ആ ദഹിപ്പിക്കുന്ന അഗ്നിയെ ഇവിടെ വിളിക്കുന്ന പേരാണ് വൈശ്വാനരൻ അഗ്നി. ഈ അഗ്നിക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ദഹിപ്പിക്കുന്ന അഗ്നിയുടെ പേര്
വൈശ്വാനരൻ എന്നാണ്. ഈവൻ നിങ്ങൾക്കറിയോ എന്നറിയില്ല, ആയുർവേദത്തിൽ ദഹനക്കുറവ് വന്നു കഴിഞ്ഞാൽ ഒരു ഗുളികയുണ്ട്, ആ ഗുളികയുടെ പേര് വൈശ്വാനരൻ എന്നാണ്. ആ ഗുളികയുടെ പേര് അത് അഗ്നി ഉദ്ദീപിപ്പിക്കുന്ന ഗുളികയാണ്. അപ്പം ഭഗവാൻ ഇവിടെ പറയുന്നു, അഹം വൈശ്വാനരോ ഭൂത്വ, ഞാൻ വൈശ്വാനരനെ എന്താ പറയുക, വൈശ്വാനര അഗ്നിയെ കൊണ്ട് അന്നം ചതുർവിധം പചാമി എന്ന് പറഞ്ഞാൽ 4 വിധത്തിലുള്ള ആഹാരം ദഹിപ്പിക്കുന്നു. ഏതാ 4 വിധത്തിലുള്ള ആഹാരം? ഒന്നാമത്തത് പുട്ടും കടലയും, പിന്നെയോ ആണോ ദോശയും ചട്നിയും വടയും സാമ്പാറും, പിന്നെയത് സ്വാമി 4മത്തത് പൊങ്കൽ, 4മത്തത്. ഇങ്ങനെ 4 അല്ല, കുടിക്കുന്നത്, ചവച്ചരയ്ക്കുന്നത്, പിന്നെ ലേഹ്യം തൊട്ടു നക്കി കഴിക്കുന്നത്, പിന്നെ വലിച്ചു കുടിക്കുന്നത്. മുരിങ്ങാക്കോലൊക്കെ എന്താ ചെയ്യുക നിങ്ങൾ? വലിച്ചു കുടിക്കുന്നത്. മാങ്ങയൊക്കെ ഇങ്ങനെ വലിച്ചു കുടിക്കും. ഇതേപോലെയുള്ള അന്നങ്ങളെയൊക്കെ ദഹിപ്പിക്കുന്ന അഗ്നി, അതിനെ പ്രിസർവ് ചെയ്യുന്നത്, റീറ്റെയിൻ ചെയ്യുന്നത്, അതിനെ ഹോൾഡ് ചെയ്യുന്നത് അഹം, ഞാനാണ്. ഇനി വീണ്ടും പറയുന്നു, അഹം പ്രാണാപാനസമായുക്ത, പ്രാണനെയും അപാനൻ. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്ന വായു, അപാനൻ എന്ന് പറഞ്ഞാൽ ഇതിനെയും റിട്ടേൺ ചെയ്യുന്നത് ആരാണ്? ഞാനാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സർവസ്യ ഹൃദി സന്നിവിഷ്ട, എല്ലാവരുടെ ഉള്ളിലിരുന്ന്, മത്ത, എന്നിലാണ് സ്മൃതി ജ്ഞാനം, എന്നിലാണ് മനസ്സ്, സ്മൃതി ഉണർന്നു വരുന്നത്, ജ്ഞാനം അത് പലതും പഠിക്കുന്നത്, അപോഹനം ഉറങ്ങുന്നത്. മനസ്സ് ഉണർന്ന് പലതും മനസ്സിലാക്കി ഉറങ്ങുന്നതൊക്കെ എന്നിലാണ്. എന്നെയാണ് വേദങ്ങൾ അറിയാൻ പറയുന്നത്. അഹമേവ വേദ്യ, എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ വേദാന്തകൃത്, അവന് എന്നെയും അറിയാൻ പറ്റും. അവന് ഞാനും അവനും പിന്നീട് ഒന്നായിത്തീരുന്നു. അപ്പം ഇങ്ങനെയാണ് ഈശ്വരൻ എന്നുള്ള വാക്ക് ഡെവലപ്പ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് പഠിച്ചു വെക്കണേ നിങ്ങൾ. മറ്റു മതങ്ങൾ ദൈവമെന്നോ ഈശ്വരനെന്നോ പറയുന്ന പോലെയല്ല ഭാരത ഋഷീശ്വരന്മാർ ഈശ്വരനെന്നും ദൈവമെന്നും പറയുന്നത്. നിങ്ങൾ കുട്ടിക്കാലത്തെ ദൈവം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഫോട്ടോ നോക്കി കൃഷ്ണ എന്ന് പറഞ്ഞ മുഖത്തടിച്ച് ശീലിച്ചു പോയി. നിങ്ങളങ്ങനെ ശീലിച്ചു പോയി. നിങ്ങൾ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയില്ല. സംസ്കൃത ശബ്ദത്തിന് ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ എന്നൊക്കെ നമ്മുടെ ഋഷിമാർ പറയുമ്പോണ്ടല്ലോ, അതിൻ്റെ പിന്നിലൊരു സൂക്ഷ്മാർത്ഥമുണ്ട്. എന്താണ് സൂക്ഷ്മാർത്ഥം? ഈ എന്നതിന് ഇച്ഛ, മനസ്സ് എന്നൊരർത്ഥം, ശ്വ എന്നതിന് പ്രാണവായു എന്നൊരർത്ഥം, ര എന്നതിന് അഗ്നി എന്നർത്ഥം. ഇതിനെ മൂന്നിനെയും കൂട്ടിച്ചേർത്ത് നിലനിർത്തുന്നവനാരോ അവൻ ഈശ്വരനാണ്. അങ്ങനെയാണ് ആ വാക്കുകൾ വരുന്നത്. മനസ്സിലാവുണ്ടോ നിനക്ക്? അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ 3 എണ്ണം, ഏത് 3 എണ്ണം പറയൂ? മനസ്സ്, പ്രാണൻ, അഗ്നി. മരിച്ചുപോയാൽ ഈ 3മാണ് ശരീരം വിട്ടുപോകുന്നത്. ആരൊക്കെ? മനസ്സ് വിട്ടുപോകുന്നു, പ്രാണൻ വിട്ടുപോകുന്നു, അഗ്നി വിട്ടുപോകുന്നു. ഉണ്ടോ ഇല്ലയോ? അപ്പം സ്വാമി വേറെ വിട്ടുപോകുന്നില്ലേ? പേഴ്സ് വിട്ടുപോകണു, അങ്ങനെ പലതും വിട്ടുപോകാം. പിന്നെ 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 ചത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഓരോന്നെടുത്തുണ്ടോ. ചിലവരങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല കേട്ടോ. പാലക്കാടുകാരല്ല, പൊതുവേ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ, കാരണം അവർ മരിച്ചു, അയാളെ ദഹിപ്പിക്കണം. അപ്പോൾ ദഹിപ്പിക്കണമെങ്കിൽ ചെത കൂട്ടണമല്ലോ, കാശ് വേണം അതിന്, മരം മുറിക്കാൻ. കാരണം അവരുടെ പെട്ടി തുറക്കാൻ നോക്കുമ്പോൾ താക്കോല് കാണുന്നില്ല. തപ്പി 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 വീട് മുഴുവൻ തപ്പാൻ തുടങ്ങി. എവിടെയാണ് കാരണം അവർ താക്കോല് വെച്ചതെന്ന്. അവസാനം മൂത്ത മകൻ പറഞ്ഞു, ഞാൻ കടം തരാം, പിന്നെ താക്കോല് കിട്ടി തുറന്നിട്ട് തന്നാൽ മതിയെന്നും. അങ്ങനെ തൽക്കാലത്തേക്ക് കടം കൊടുത്തു. അച്ഛനെ ദഹിപ്പിക്കാൻ നിശ്ചയിച്ചു, കുളിപ്പിക്കാനൊക്കെ നിശ്ചയിച്ചു. അങ്ങനെ വായയിൽ ഇത്തിരി വെള്ളം കൊടുക്കണമല്ലോ. അവസാനം അങ്ങനെ നോക്കുമ്പോണ്ടൊരു സ്റ്റീലിൻ്റെ കഷ്ണം പൊങ്ങി നിൽക്കണു. അങ്ങനെ വായ പൊളിച്ചു നോക്കിയപ്പം, കാരണം ഒരു ചാവുന്നതിന് മുമ്പ് വായയുടെ അകത്ത് താക്കോലിട്ടിരിക്കുക, കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചത്താലും കൊടുക്കില്ലേ ചിലവർ, അങ്ങനെയൊന്നും വിട്ടുകൊടുക്കരുത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ഞാനാണ് മനസ്സിനെയും പ്രാണനെയും അഗ്നിയെയും നിലനിർത്തുന്നത്.
അപ്പം അങ്ങനെ ഒരു പരമാത്മ ശക്തിയാണ് കൃഷ്ണനെങ്കിൽ, അത് ആകർഷിക്കുന്ന കൃഷ്ണനെങ്കിൽ പ്രകൃതി, സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രകൃതിയാണ് കൃഷ്ണൻ്റെ ഭക്തിമാർ. അപ്പോൾ കൃഷ്ണനും ഭക്തിമാരൊക്കെ എവിടെയുണ്ട്? എവിടെയുണ്ട്? നിങ്ങളിൽ തന്നെയാണുള്ളത്. അപ്പോൾ സ്വാമി 16,000 എന്നുള്ളതോ, അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഭാഗവതത്തിലേക്ക് വരണം. കാരണം ആ ശബ്ദം അവിടെയാണ് വരുന്നത്. ഭാഗവതത്തിൽ പ്രഹ്ലാദൻ ഉപയോഗിക്കും ഷോഡശം എന്നുള്ള വാക്ക്. 7ാമത്തെ സ്കന്ധത്തിൽ അറ്റ്ലീസ്റ്റ് എഴുതിയെങ്കിലും വെക്കൂ നിങ്ങൾ. 7ാമത്തെ അധ്യായത്തിൽ, ഞാൻ ഗീതയല്ല ഭാഗവതമാണ് പറയുന്നത്, 7ാം സ്കന്ധത്തിൽ 7ാം അധ്യായത്തിൽ 22ാം ശ്ലോകത്തിൽ അവിടെ പ്രഹ്ലാദൻ പറയും, അഷ്ടോ പ്രകൃതയ പ്രോക്ത ത്രയ ഏവ ഹി തദ്ഗുണ വികാരാ ഷോഡശാചാര്യ പുമാൻ ഏകയ്യതേ. അഷ്ടോ പ്രകൃതയ, പ്രകൃതി അഷ്ടോ. ഞാനിപ്പോൾ പറഞ്ഞു അത്. എത്ര പ്രകൃതി? 8 പ്രകൃതിയാണ്. ത്രയ ഏവ ഹി തദ്ഗുണ, ത്രയം ഗുണ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. വികാരാ ഷോഡശ, വികാരം ഷോഡശമാണ്. വികാരം എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ, മാറ്റങ്ങൾ 16ആണ്. അപ്പോൾ ഈ വാക്ക് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് 16 എന്നുള്ളതും ഹിന്ദുക്കളുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾ കണ്ടോ അറിയില്ല, ജനനം മുതൽ ഗർഭപാത്രം മുതൽ ചിത വരെ ഒരു ആൾക്ക് 16 ചടങ്ങുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കേട്ടിട്ടുണ്ടോ? അതിന് എന്താ പറയുക? അതിന് ഷോഡശ ആചാരങ്ങൾ, 16 ആചാരങ്ങൾ എന്ന് പറയും. പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പം ഗർഭപാത്രത്തിൽ എത്തിയ കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് അവിടെ വെച്ച് തുടങ്ങണമെന്നാണ്. നെയ് ജപിച്ചു കൊടുക്കുക ഗർഭിണിക്ക്, പുംസവനം, അതുപോലെ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ തുടങ്ങി നെയ് ജപിച്ചു കൊടുക്കുക തുടങ്ങിയുള്ള പഴയ ആചാരങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. പിന്നെ അത് കഴിഞ്ഞ് മരിച്ച് കഴിഞ്ഞാൽ തന്നെ ആചാരങ്ങൾ. പൂജയിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷോഡശോപചാര പൂജ. കേട്ടിട്ടുണ്ടോ? പൂജയിലും. അപ്പം ഈ 16 എന്നതും ഭാരതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഖ്യയിരിക്കണം. ഏതായാലും നമ്മുടെ ശരീരത്തിലും 16 വികാരങ്ങൾ, 16 ഉള്ളത് എങ്കിലും പൊതുവെ 16 എന്ന് പറയാൻ. എന്താണ് 16? ശ്രദ്ധിക്കൂ നിങ്ങൾ. ശരീരത്തിന് 6 വികാരങ്ങൾ പറയും. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ ജീർണതേ മ്രിയതേ. ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലാവണ്ട. എന്തൊക്കെയാ പറഞ്ഞത്? ജനിക്കുന്നു, വളരുന്നു, വലുതാകുന്നു, വാർദ്ധക്യം വരുന്നു, രോഗം വരുന്നു, മരിക്കുന്നു. ഉണ്ടോ? ഏതിന്? കല്യാണിയുടെ ശരീരത്തിനോ? എല്ലാവരുടെ ശരീരത്തിനും, അപ്പുറത്തുള്ള ആളുടെ ശരീരത്തിനല്ല, നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇത് ജനിക്കുന്നു, വളരുന്നു, വലുതാവുന്നു, ഇതിന് വാർദ്ധക്യം വരുന്നു, രോഗങ്ങൾ വരുന്നു, ഒരു ദിവസം മരിക്കുന്നു. 2 വികാരങ്ങൾ പ്രാണനുണ്ട്. പ്രാണവികാരങ്ങളാണ് വിശപ്പും ദാഹവും. അതുകൊണ്ടാണ് നിങ്ങൾ വിശന്ന് കഴിഞ്ഞാൽ പറയാം വയറ് കരിഞ്ഞു വാസനിക്കണോ. പ്രാണൻ്റെ വേദനയാണത്. പ്രാണവേദന അനുഭവിക്കണമെന്ന് വിശന്നിട്ട് ദാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാണസങ്കടം വരുന്നതാണ്. പ്രാണനാണ് വിശപ്പും ദാഹവും. മനസ്സിന് 6 വികാരങ്ങൾ നിങ്ങൾക്കറിയാം. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യം. 6 വികാരം. ബുദ്ധിക്ക് 2 വികാരങ്ങൾ. അതാണ് മാനവും അപമാനവും. അപ്പം എത്രയെല്ലാം കൂടെ? അയ്യോ സ്വാമി, കണക്ക് ചോദിക്കുന്നു ഞങ്ങൾ വിചാരിച്ചില്ലല്ലോ. 6 ശരീരത്തിന്, 2 പ്രാണന്, 6 മനസ്സിന്, 2 ബുദ്ധിക്ക്. എല്ലാം കൂടി ഇത്രയും 15 16. അപ്പം ഇവിടെ 16,000 എന്ന് പറഞ്ഞാൽ 1000 എന്നുള്ളതിന് അർത്ഥം അനന്തം എന്നർത്ഥം. കാരണം വികാരങ്ങൾ നോക്കൂ നിങ്ങൾ, ഇത്രയും വികാരങ്ങളുള്ളൂ. സ്നേഹം, ദയ, വാത്സല്യം, അനുകമ്പ, കാരുണ്യം ഉണ്ടോ? അതുപോലെ തന്നെ കാമം, ക്രോധം എന്നൊക്കെ പറഞ്ഞു. അസൂയ, വിദ്വേഷം, ഭയം, സംശയം തുടങ്ങി അനവധി വികാരങ്ങൾ എവിടെയുണ്ട്? എവിടെയുണ്ട്? മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് 16,000. 16,000 എന്ന് പറഞ്ഞാൽ ഒരു അക്കമല്ല, 16,000 എന്ന് പറഞ്ഞാൽ അനന്തം എന്നുള്ളത്.
നമ്മുടെ ഋഷിമാരുണ്ടല്ലോ പലപ്പോഴും ചില ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് ആ അക്കത്തിൽ അല്ല. അതിനേറ്റവും നല്ല ദൃഷ്ടാന്തമാണ് പുരുഷ സൂക്തം എന്നുള്ളൊരു സൂക്തം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുരുഷ സൂക്തം? ഉണ്ടോ? ആ, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാ സ ഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം തുടങ്ങിയിട്ടുള്ള മന്ത്രം ഗുരുവായൂർ പോകുമ്പോൾ കേൾക്കാൻ നിങ്ങൾക്ക്. അവിടെ ഈ തിരുമേനിമാരിരുന്ന് ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കാം. എല്ലാ അമ്പലത്തിലും ഉണ്ടാവും, മിക്കവാറും അറിയുന്നവരൊക്കെ വേദപണ്ഡിതന്മാരൊക്കെ ഇരുന്ന് ചൊല്ലും. ഈ സൂക്തത്തിൻ്റെ പേരാണ്. അതിൽ പുരുഷനെ വർണ്ണിക്കുകയാണ്. സഹസ്രശീർഷ പുരുഷ, എത്ര തല? 1000 തല. സഹസ്രാക്ഷ, അക്ഷ എന്ന് പറഞ്ഞാൽ കണ്ണ്. ആ പുരുഷൻ എത്ര കണ്ണ്? 1000 കണ്ണ്. എത്ര കണ്ണ് വേണം ശരിക്കും? 1000 കണ്ണ് വേണോ 2000? ഇനി സഹസ്രപാദ, എത്ര കാല് വേണം? അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ അവസ്ഥ എന്താ അറിയോ? ഒറ്റക്കണ്ണനും ഒറ്റക്കാലനും. ഇങ്ങനെ ഒരു വർണ്ണന വർണ്ണിച്ചു കഴിഞ്ഞാൽ എന്ത് മോശത്തരാ നോക്കൂ നിങ്ങൾ. 1000 എന്നുള്ളതിന് എണ്ണമാണോ അർത്ഥമാക്കുന്നത്? 1000 എന്നുള്ളതിന് അനന്തം എന്നർത്ഥം. അനന്തം തലകൾ, അനന്തം കണ്ണുകൾ, അനന്തം കാലുകൾ. അപ്പം പിന്നെ 16,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 16,000 അനന്തം വികാരങ്ങൾ. ഈ വികാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും പ്രാണനിലും ബുദ്ധിയിലുമുണ്ട്. കൃഷ്ണഭക്തിമാരെന്ന് പറയുന്നത് 8 പ്രധാന ഭക്തിമാരും 16,000 വികാരഭക്തിമാരും അടങ്ങിയ എന്താ പറയുക, ഈ പ്രകൃതിയെയും ഈ പ്രകൃതിയെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന പരമാത്മാവിനെ കൃഷ്ണനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,008 ഭക്തിമാരും കൃഷ്ണനും എവിടെയുണ്ട്? നിങ്ങളിലുണ്ട്. ഇതൊന്നും പുറമേ അല്ല എന്ന് പറയാം. നോക്കൂ, നിങ്ങൾ ഭാഗവതത്തിൽ അന്നേ ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അഷ്ടോ പ്രകൃതയ വികാര ഷോഡശ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഭാഗവതം പഠിക്കുമ്പോണ്ടല്ലോ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട. ഏത് ഗ്രന്ഥവും പഠിക്കുമ്പോൾ നമ്മുടെ ഋഷിമാരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജീവബ്രഹ്മ ഐക്യം എന്നാണ്. അതാണ് നമ്മുടെ ഋഷിമാരുടെ ലക്ഷ്യം. മനസ്സിനെയും പരമാത്മാവിനെയും കൂട്ടിച്ചേർക്കുക എന്നാണ് ലക്ഷ്യം. അതുകൊണ്ട് 12ാമത്തെ സ്കന്ധത്തിൽ 13ാം അധ്യായത്തിൽ 12ാം ശ്ലോകത്തിൽ പറയും, എന്തിനാണ് ഈ ഭാഗവതം രചിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യക പ്രയോജനം. എന്തിനാ ഭാഗവതം രചിച്ചത്? ബ്രഹ്മ ആത്മ ഐക്യലക്ഷണം, ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് അദ്വിതീയം, നിങ്ങളെ പൂർണ്ണരാക്കലാണ്, നിങ്ങളെ ഉയർത്തലാണ് ഭാഗവത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഒരു കഥ പറയല്ല എന്നർത്ഥം. ഇപ്പം നിങ്ങൾ കൃഷ്ണൻ്റെയും പത്നിമാരുടെയും കഥയൊക്കെ കേട്ട് കഥയില്ലാതെ പോകുന്നവരാവരുത്. മനസ്സിലായില്ലേ? ചിലർക്ക് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു പാലക്കാട് ഒരു ബിസിനസ്സുകാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. ഒരുപാട് പണമുള്ള ഒരാൾ. ഇനി നിങ്ങൾ വിചാരിക്കരുത് ഇവിടുത്തെ ബിസിനസ്സുകാരനാണെന്ന്. ഞാനൊരു കഥ പറയണമെന്ന് മാത്രം. ഈ 3 മക്കൾക്കും പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ കൈക്ക് 30, അത് അല്ലല്ലോ അല്ലേ? അത് പിശുക്കന്മാരെ കുറിച്ചല്ലേ പറയുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് സമം. ഒരെണ്ണം സ്കൂളിൽ പോവില്ല മര്യാദയ്ക്ക്. അവസാനം സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞയച്ചു. മൂത്തവൻ പഠിക്കേണ്ടത് ശരിക്കും 10ലാണ്. അവൻ ആകെ പോയിട്ടുള്ളത് 4ാം ക്ലാസ് വരെയുള്ളൂ. ക്ലാസ്സിൽ പോയാലല്ലേ മുകളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. രണ്ടാമത്തവൻ അതിലും കഷ്ടം. മറ്റത് ജനിച്ച് വന്നിട്ട് അധികമായിട്ടില്ല, 3-4 വയസ്സായിട്ടുള്ളൂ, അതിനും പോകണ്ടോ സ്കൂളിൽ. അവസാനം ഇദ്ദേഹം പത്രത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, എൻ്റെ മക്കളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് മാസം ഇത്ര രൂപയും താമസം ഒക്കെ തരാം. പാവം പലരും പോയി നോക്കി, ഈ കണ്ടാകരണന്മാരെ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു മാസം കൊണ്ട് അവർ തളർന്നിട്ടാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാലക്കാട്ട് നിന്ന് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, അങ്ങയുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചോളാം. അങ്ങനെ ചേർന്നു. അദ്ദേഹത്തിനൊരു പുതുമയൊന്നുമില്ല, കാരണം കുറേ പിള്ളേർ വന്ന് പഠിപ്പിക്കാൻ ഒരെണ്ണത്തിന് പറ്റിയില്ല.
അപ്പം ഇദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ മകനെ ഞാൻ പഠിപ്പിക്കും, എനിക്ക് 5 മാസം സമയം തരണം, 5 മാസം അങ്ങ് എന്നോടൊന്നും ചോദിക്കരുത്. ശരി പറഞ്ഞു. ഈ വന്ന മാഷുണ്ടല്ലോ, പാലക്കാട് നിന്ന് വന്ന ആൾ, ഇദ്ദേഹം തീരുമാനിച്ചു ഈ പിള്ളേരുടെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരെണ്ണം പഠിക്കില്ല, അതുകൊണ്ട് ഇവരുടെ കൂടെ കളിക്കാൻ കൂടിയാണ്. ക്രിക്കറ്റ് കളിക്കുക, കബഡി കളിക്കുക, പലയിടത്തും പുറത്തു പോവുക, ഒരു തരത്തിലും പഠിക്കണം എന്നുള്ളൊരു വാക്കേ ഇദ്ദേഹം പറയില്ല. അപ്പം പിള്ളേർക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ കൂട്ടുകൂടി 1 മാസം കഴിഞ്ഞു. ഇവർക്ക് മാഷില്ലാതെ ഊണ് പോലും വേണ്ട, എന്തിനും മാഷ് വേണം, എല്ലാറ്റിനും മാഷ് വേണം, കുളിക്കാൻ പോകാൻ മാഷ് വേണം, ഉറങ്ങാൻ മാഷ് വേണം. അങ്ങനെ മാഷക്ക് തോന്നി, ഇപ്പം ഞാൻ ഇവർക്ക് എല്ലാറ്റിനും വേണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നു. അങ്ങനെ ആ 4-5 മാസം ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ചോദിക്കും, മക്കളുടെ പഠിത്തം എന്തായിരുന്നു? കാത്തിരിക്കും മാഷെ, 1 മാസം കൂടി കഴിയട്ടെ. അപ്പോഴേക്കും ഏപ്രിൽ മെയ് മാസമായപ്പോഴേക്കും മാവൊക്കെ പൂത്ത് നല്ല മാങ്ങയൊക്കെ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, മാവിൻ്റെ മുകളിൽ നിന്നാവട്ടെ ആദ്യത്തെ പഠിത്തം. ഏറ്റവും വലുതിനെ പിടിച്ച് മാവിൻ്റെ മുകളിൽ കയറ്റി. എന്നിട്ട് പറഞ്ഞു മാങ്ങ പറിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു രണ്ടാമത്തവനോട് ക്യാച്ച് വലിച്ചെറിയാൻ പറഞ്ഞു. അവനോട് വീണ്ടും മാങ്ങ പറിക്കാൻ പറഞ്ഞു. ഒന്നുകൂടി ക്യാച്ച് ചെയ്യാൻ പറഞ്ഞു. 2 എണ്ണം പറിച്ചു. വീണ്ടും പറിക്കാൻ പറഞ്ഞു. ചെറുതിനോട് പറഞ്ഞു ക്യാച്ച്. അതിനുണ്ടോ ക്യാച്ച്? അത് വീണു. എന്നാലും കുഴപ്പമില്ല, എടുത്തു കൊടുത്തു. അങ്ങനെ 3 മാങ്ങ പറിച്ചപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, വെയിറ്റ് ഇപ്പം എത്ര മാങ്ങ പറിച്ചു? അപ്പോൾ അവൻ പറഞ്ഞു 1. അങ്ങനെയല്ല, നീ നിൻ്റെ അനുജൻ എത്ര മാങ്ങ പറിച്ചു കൊടുത്തു? തൊട്ട താഴെയുള്ളവന് 1. അതെ, ഈ 1 കൂട്ടിയാൽ എത്ര മാങ്ങ? ഇത് പറഞ്ഞപ്പോൾ ഏറ്റവും ചെറുത് പറയാണ്, ചേട്ടാ ചാടിക്കോ, ഇയാൾ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കണമെന്ന്. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുതെന്ന്. ഈ തരത്തിലുള്ളവരെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഇതേപോലെ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് പഴയ അവസ്ഥയിലാണ് പറയുന്നതെങ്കിൽ ഓടിക്കോളൂ നിങ്ങൾ. ധാവൻ നിമില്യവാ നേത്രേ. എന്താ ചെയ്യുക? പഠിക്കൂ. ഇതൊക്കെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അത്ര ഗംഭീരമാണ്. 16,008 വികാരങ്ങളും പ്രകൃതിക്കും അതീതനായി ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൃഷ്ണൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും പ്രതിഷ്ഠിതമായിരിക്കുന്നത് പുരുഷയേവ ഇതം സർവം വാസുദേവ സർവമിതി എന്ന് ഭാഗവതത്തിൽ പറയും. പുരുഷയേവ ഇതം സർവം എന്ന് പുരുഷസൂക്തത്തിൽ പറയും. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യോപനിഷത്തിൽ പറയും. സർവം ബ്രഹ്മപ്രതിഷ്ഠിതം തൈത്തിരീയോപനിഷത്തിൽ പറയും. അനവധി ഉപനിഷത്തിൽ ഈ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ഏതുപോലെയാണത്രേ, നാം വസ്ത്രം കാണുമ്പോൾ വസ്ത്രത്തിലുള്ള പല എഴുത്തുകളും ചിത്രങ്ങളും വികാരങ്ങളാണെന്ന് വെച്ചോളൂ. വസ്ത്രത്തിലുള്ള എഴുത്തുകളൊക്കെ വികാരം. ഈ വസ്ത്രത്തെ നിങ്ങൾ പ്രകൃതിയായി വെച്ചോളൂ. പക്ഷേ അതിനെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്ന നൂലിനെ നിങ്ങൾ മറക്കരുത് എന്ന് പറയാണ്. അനന്തമായൊരു ശക്തി പുറകോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് കൃഷ്ണശക്തി എന്ന് തിരിച്ചറിയും. ഏതായാലും ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത ഭാഗമാണ് കൃഷ്ണനും രുക്മിണീദേവിയും തമ്മിലുള്ള കലഹകഥ. അതായത് കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് കലഹിക്കേണ്ടതെന്ന് കൃഷ്ണൻ പറഞ്ഞു തരികയാണ്. സ്വാമി, അത് കൃഷ്ണൻ പറഞ്ഞു തരാതെ തന്നെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അതിനിപ്പോൾ കൃഷ്ണൻ പറഞ്ഞു തരുന്നു വേണ്ട, എന്നാലും കുറച്ച് ഡീസൻ്റായിട്ട് കലഹിച്ചുകൂടെ? അപ്പം നമുക്ക് കൃഷ്ണൻ പറയുന്ന രീതിയിൽ ചിന്തിക്കാമല്ലോ. ഇപ്പം എന്താ കഥ പറയുന്നത്? ഒരു ദിവസം ഭഗവാനും രുക്മിണി ദേവിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ മഞ്ചത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ രുക്മിണി ദേവി വന്നിട്ട് ചോദിച്ചു, ചേട്ടന് ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ. അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, രുക്മിണി 1 നിമിഷം ഇവിടെ ഇരിക്കൂ. രുക്മിണിയെ പിടിച്ചിരുത്തി ഭഗവാൻ പറഞ്ഞു, എൻ്റെ രുക്മിണി സാരി മാറ്റിക്കോളൂ എന്ന്. എന്താ ഭഗവാനെ, നമ്മൾ ടൗണിൽ കറങ്ങാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. കറങ്ങാൻ പോവല്ല ദേവി, ഞാൻ ദേവിയെ കൊണ്ടുവിടാൻ പോവുകയാണ്. എവിടെ കൊണ്ടുവിടാൻ പോകണു? എൻ്റെ ദേവിക്കറിയാലോ, സത്യത്തിൽ ദേവിയും ഞാനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും യോജിക്കില്ല. കാരണം ദേവി നല്ല സുന്ദരിയാണ്, ഞാൻ കാണാൻ കൊള്ളാത്തവനാണ്. ദേവിയുടെ വീട്ടുകാർ നല്ല തൊട്ടുള്ള പാർട്ടിയാണ്, ഞങ്ങൾ അത്ര തൊട്ടില്ലാത്ത പാർട്ടിയാണ്. ദേവിയുടെ വീട്ടുകാർക്ക് നല്ല കുടുംബ മഹിമയുണ്ട്, ഞങ്ങൾ ശാപം കിട്ടിയ കുലം. ഭഗവാന്റെ കുലത്തിനെ പണ്ട് യയാതി ശപിച്ചിട്ടുണ്ട്. ദേവിയുടെ വീട്ടുകാർക്ക് നല്ല എന്താ പറയുക സൈന്യഫലമുണ്ട്, ഞങ്ങൾക്ക് അതുമില്ല.
ദേവിയുടെ വീട്ടുകൾ ധീരന്മാരാണ്, ഞങ്ങൾ ഓടിപ്പോയ ഭീരുക്കളാണ്. അങ്ങനെ പലതുകൊണ്ടും നോക്കുമ്പോൾ ഞാനും ദേവിയും തമ്മിലൊട്ടും യോജിക്കില്ല. ഉണ്ടോ? യോജിക്കുമോ? ചില സമയത്ത് നിങ്ങൾ തന്നെ പറയില്ല, ഇതെങ്ങനെയാണ് ചേർക്കാൻ പറ്റുന്നത്? ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത ജാതകമാണ്, പൊരുത്തമില്ലാത്ത ജാതകം എന്ന് പറഞ്ഞത്. രണ്ടിനെയും ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല എന്ന് ചില സമയത്ത് അങ്ങനെ പറയാറില്ലേ? എങ്ങനെയാണ് ഇത് കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത്? അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ദേവി ഇങ്ങനെ കൃഷ്ണൻ്റെ കണ്ണിലേക്ക് നോക്കി. ഇങ്ങനെ ഇപ്പോൾ ഒരു പെട്ടെന്ന് നമ്മളെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത കാര്യം. എന്നിട്ട് ദേവി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എങ്കിൽ പിന്നെ എന്തിനാ എന്നെ കെട്ടിക്കൊണ്ടുവന്നത്? ഞാൻ ദേവിയെ കെട്ടിക്കൊണ്ടുവന്നെന്ന് വെച്ചാൽ ശിശുപാലനൊരു വിചാരം, അയാളാണത്രേ ധീരെന്ന്. അപ്പം അയാളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ദേവിയെ പിടിച്ചു കൊണ്ടുവന്നത്. ഇതും കൂടി കേട്ടപ്പോഴേ ദേവി ബോധം കെട്ടു വീണു. ഉടനെ ഭഗവാൻ ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് ദേവിയുടെ കണ്ണിലും മൂത്തൊക്കെ ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേവി തല പൊക്കുമെന്ന്. ദേവി ഇങ്ങനെ ഒറ്റ കണ്ണുകൊണ്ട് നോക്കി, എന്നെ കൊണ്ടുവിടാനൊക്കെയാണോ? അപ്പോൾ കൊണ്ടുവിടാനല്ല എന്ന് മനസ്സിലായതും ഭഗവാൻ ദേവിയുടെ തലയൊക്കെ തൻ്റെ മടിയിലൊക്കെ വെച്ചിട്ട് പറഞ്ഞു, ഞാനല്ലെങ്കിൽ ദേവി ഉപേക്ഷിക്കൂ? ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ പറയുമ്പോൾ ദേവിയുടെ മുഖഭാവം ഇങ്ങനെ മാറില്ലേ, അപ്പം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഭഗവാൻ എന്താ പെയിൻറ്ററായി പോലെയാണ് നോക്കുന്നത്, ഓരോ മുഖഭാവങ്ങളൊക്കെ കാണാനാണ്. അപ്പം ഇത് കേട്ടപ്പോൾ ദേവിക്ക് തോന്നി ഭഗവാനെ ഒരു മറുപടി പറഞ്ഞു കൊടുക്കാമെന്ന്. ഭാഗവതത്തിൽ രുക്മിണീ ദേവി കൊടുക്കുന്ന മറുപടി സത്യം ഒരു ഇന്നത്തെ നമ്മുടെ യുവതലമുറ പഠിച്ചു വെക്കേണ്ട ഒരു മറുപടിയാണ്. 60-ാമത്തെ അധ്യായത്തിൽ